നിനക്കിന്ന് പോകാതിരുന്നൂടെ ലതേ? അഴകോടെ സാരി ഞൊറിഞ്ഞെടുത്ത് കൃത്യം പൊക്കിളിന് താഴെയായി കുത്തുകയായിരുന്ന ലത സഹദേവന്റെ ആ ചോദ്യം കേട്ടതും അയാളെ നെറ്റി ചുളിച്ചൊന്ന് നോക്കി. ഇന്ന് പോവാതിരുന്നൂടേന്ന് ചോദിച്ചതാണ് ഞാൻ. താൻ ചോദിച്ചത് ഒന്നുകൂടി ആവർത്തിച്ച് അവളോട് പറയുമ്പോൾ ആദ്യം ചോദിച്ചത്ര എടുപ്പില്ലായിരുന്നു സഹദേവന്റെ ശബ്ദത്തിന്. ഇന്ന് പോയില്ലെങ്കിൽ നാളെ പോകും ഞാൻ, അത്രേ ഉള്ളൂ. അങ്ങനെ മതിയെങ്കിൽ ഇന്നത്തെ പോകും ഞാൻ വേണ്ടാന്ന് വയ്ക്കാം. എന്തു വേണമെന്ന് ചിന്തിച്ചു പറഞ്ഞോ. എൻ്റെ തീരുമാനത്തിൽ പക്ഷേ മാറ്റമില്ല. ഒട്ടും ചിന്തിക്കാതെ ഒരു മറുപടി ലത സഹദേവന് നൽകിയതും പിന്നീട് അവളോട് എന്ത് പറയണമെന്നറിയാതെ വെറുതെ ആ മുറിയിൽ കണ്ണോടിച്ചു നിന്നു സഹദേവൻ ഒരു നിമിഷം. ലതയുടെ ആകാരവടിവിലും മേനിക്കൊഴുപ്പിലുമെല്ലാം നോട്ടം ചെന്നെത്തുമ്പോൾ പതിവ് പോലെ വല്ലാതെ അസ്വസ്ഥനായി തീർന്നു സഹദേവൻ. അവളെ എവിടേക്കും പറഞ്ഞയക്കാതെ തനിക്കുള്ളിൽ പൊതിഞ്ഞു പിടിക്കുന്നതിനുള്ള ത്വരയുണർന്നു സഹദേവനിൽ. പലപ്പോഴും ആ നോട്ടത്തിലെങ്കിലും ലതയുടെ ഗൗരവം തുടിക്കുന്ന മുഖവും അതിൽ നിറഞ്ഞു നിൽക്കുന്ന ഭാവവും അയാളെ അതിൽ നിന്ന് പിന്നോക്കം വലിച്ചു. അവനെയോ അവൻ്റെ പ്രവൃത്തികളെയോ ശ്രദ്ധിക്കാതെ ലത തൻ്റെ നീണ്ട മുടിയിഴകൾ ഭംഗിയിൽ മെടഞ്ഞിട്ട് അതിൽ നേരത്തെ വാങ്ങിവെച്ച മുല്ലമാല ചൂടിയൊന്ന് വാസനിച്ചതും അവളിൽ തങ്ങി നിന്ന സഹദേവന്റെ കണ്ണുകൾ നീറി തുടങ്ങി. കണ്ണെഴുതി പൊട്ടുതൊട്ട് ഒരുക്കം പൂർത്തിയാക്കിയെന്നുറപ്പിച്ച് ലതയെങ്കിൽ സഹദേവന്റെ നോട്ടം അവളുടെ ഒഴിഞ്ഞ സീമന്തരേഖയിലേക്കാണ്. കുറച്ചു മുമ്പ് ലത കുളിക്കാൻ കയറും വരെ അവളുടെ സീമന്തരേഖ ചുവപ്പിച്ച് നേർത്ത സിന്ദൂരപ്പൊടി അവിടെ നിറഞ്ഞു നിന്നിരുന്നുവെങ്കിൽ ഇപ്പോഴവിടെ അതിൻ്റെ യാതൊരു അവശേഷിപ്പും ഇല്ല എന്ന് നെഞ്ചുപിടയുന്ന നോവോടെ അറിഞ്ഞു സഹദേവൻ. ലത കുഞ്ഞെ, മഹിമോന്റെ കാറ് വന്നു. കുഞ്ഞിനോട് വേഗം ചെല്ലാൻ പറഞ്ഞു. ജോലിക്കാരി റൂമിന് വെളിയിൽ നിന്ന് പറഞ്ഞ് ഈർച്ചവാൾ പോലെ കീറിമുറിച്ചത് സഹദേവന്റെ ഹൃദയത്തെയാണ്. പിടഞ്ഞയാൾ നൊന്തിട്ടെന്നവണ്ണം. എത്ര നിയന്ത്രിച്ചിട്ടും കവിഞ്ഞൊഴുകുക തന്നെ ചെയ്തു സഹദേവന്റെ മിഴികൾ. അയാളുടെ ആ നിറഞ്ഞ മിഴികളിലേക്ക്, ദയനീയമായ നോട്ടത്തിലേക്ക് തന്നിലെ സ്ഥായി ഭാവമായ നിസ്സംഗതയോടെ ലതയൊന്ന് നോക്കി. പിന്നെ സാവധാനം അയാളിൽ നിന്ന് നോട്ടം മാറ്റാതെ തന്നെ കഴുത്തിൽ കിടന്ന സഹദേവൻ കെട്ടിയ താലിമാല ശ്രദ്ധാപൂർവ്വം ഊരിയെടുത്ത് മടക്കി പിടിച്ചിരുന്ന സഹദേവന്റെ വലം കൈ നിവർത്തിയവൾ അതിലേക്ക് വെച്ചുകൊടുത്തു. താൻ കെട്ടിയ താലിയില്ലാതെ, താൻ അണിയിച്ച സിന്ദൂരമില്ലാതെ, തനിക്കരികിൽ നിന്ന് മഹിയുടെ കാറിനടുത്തേക്ക് നടക്കുന്നവളെ നോക്കാൻ കഴിയാതെ മിഴികൾ ഇറുക്കെ പൂട്ടി മുറിവാതുക്കൾ ചാരി നിന്നു സഹദേവൻ. സ്വർണേ! ലതയെ മഹി വിളിക്കുന്നതും അതിന് വിളികേട്ട് ലത പൊട്ടിച്ചിരിക്കുന്നതും കേട്ടതോടെ പിടപ്പേറി സഹദേവന്റെ ഉള്ളിൽ. ഓടിപ്പിടഞ്ഞയാൾ പൂമുഖത്തെത്തിയതും കണ്ടു മുഖം നിറഞ്ഞ ചിരിയോടെ മഹിയെ കണ്ണെടുക്കാതെ നോക്കി നിൽക്കുന്ന ലതയെ. തൻ്റെ മുന്നിൽ ഇന്നേ വരെ തെളിഞ്ഞതും ചിരിച്ചു കാണാത്ത ലതയുടെ ആ ഭാവങ്ങളെല്ലാം മിഴികൊണ്ട് ആർത്തിയോടെ ഒപ്പിയെടുത്തു സഹദേവൻ. എൻ്റെ സ്വർണ്ണം ഇന്ന് കൂടുതൽ സുന്ദരിയാണ് കേട്ടോ. കണ്ണെടുക്കാൻ തോന്നുന്നില്ല എനിക്ക്. മഹിയുടെ നനുത്ത ശബ്ദത്തിലുള്ള മാന്ത്രിക സ്വരത്തിൽ പൂത്തുലഞ്ഞു നിൽക്കുന്ന ലതയെ വീണ്ടും ഒന്നുകൂടി നോക്കാൻ കഴിയാതെ തിരിഞ്ഞകത്തേക്ക് നടന്നു സഹദേവൻ. അതേസമയം തന്നെ ലതയെ വഹിച്ചുകൊണ്ട് അവിടെ നിന്ന് നീങ്ങിയിരുന്നു മഹിയുടെ കാർ. സ്വർണലതയെന്ന തൻ്റെ ഭാര്യയെ സ്വർണയെന്ന് വിളിക്കാൻ ഈ ഭൂമിയിൽ മഹി എന്ന അവന് മാത്രമേ അവകാശമുള്ളൂ. തന്നേക്കാൾ മുന്നേ തൻ്റെ ഭാര്യയുടെ മനസ്സിലും ശരീരത്തിലും ആധിപത്യം നേടിയവൻ മഹി. സ്വർണലതയുടെ മാത്രം മഹിയും മഹിയുടെ മാത്രം സ്വർണയും. എന്ത് നേടി സഹദേവ നീ അവളെ ബലമായി സ്വന്തമാക്കിയിട്ട്? തിരികെ മുറിയിലെത്തി തൻ്റെ പ്രതിബിംബം കണ്ണാടിയിലൂടെ കണ്ടതും സ്വയം ചോദിച്ചുപോയി സഹദേവൻ. മറ്റൊരുവനെ സ്നേഹിക്കുന്ന ഒരുവളായിട്ടും അവളുടെ മനസ്സിനും ശരീരത്തിനും തന്നേക്കാൾ മുന്നേ ഒരുവൻ അവകാശിയായി ഉണ്ടെന്നറിഞ്ഞിട്ടും അവളുടെ വീട്ടുകാരെ പണം നൽകി സ്വാധീനിച്ച് അവളെ സമ്മർദ്ദത്തിലാക്കി ബലമായി താലി കെട്ടിയവളെ സ്വന്തമാക്കിയിട്ട് എന്ത് നേടി സഹദേവ നീ? മനസാക്ഷി സ്വയം ചോദിച്ച ചോദ്യങ്ങൾക്കൊന്നും ഉത്തരമില്ലാതെ നിന്നു അയാൾ. സ്വർണലതയുടെ സൗന്ദര്യം സഹദേവന്റെ ഞരമ്പിൽ ലഹരി പോലെ പടർന്നുകൊണ്ട് മാത്രമാണ് വാശി പിടിച്ച അയാൾ അവളെ നേടിയത്. അതും അവൾ ആഗ്രഹിച്ച അവളുടെ ജീവിതം തച്ചുടച്ചുകൊണ്ട്. മഹിയിൽ നിന്ന് സ്വർണലതയെ പണം കൊണ്ടും സ്വാധീനം കൊണ്ടും സഹദേവൻ അടർത്തി മാറ്റിയിട്ട് വർഷം 10 കഴിഞ്ഞിട്ടും അയാൾക്ക് അവളുടെ ശരീരമല്ലാതെ മനസ്സ് സ്വന്തമാക്കുവാൻ കഴിഞ്ഞിട്ടില്ല ഇതുവരെ. ലതയുടെ മനസ്സിപ്പോഴും മഹിക്കൊപ്പമാണ്. സഹദേവന്റെ ഭാര്യയായി തീർന്നിട്ടും തൻ്റെ ശരീരം സഹദേവൻ ബലമായി നേടിയെടുത്തിട്ടും തളരാതെ ലത പിടിച്ചു നിൽക്കുന്നത് വർഷത്തിലൊരിക്കൽ മാത്രം അവൾ കണ്ടുമുട്ടുന്ന മഹിക്ക് വേണ്ടിയാണ്. ആരെത്ര എതിർത്തിട്ടും കഴിഞ്ഞ 10 വർഷമായിട്ട് ലതയും മഹിയും മാറ്റാത്ത ഒരേ ഒരു കാര്യമാണത്. തൻ്റെ താലിയും സിന്ദൂരവും ഒരു ദിവസത്തേക്ക് ഉപേക്ഷിച്ച് മഹിക്കൊപ്പം പോകുന്ന ലതയെ തടയാൻ ഇന്നേ വരെ സഹദേവന് കഴിഞ്ഞിട്ടില്ല. അങ്ങനെ അവളെ അയാൾ തടയുന്ന നിമിഷം എന്നേക്കുമായവൾ തന്നെ തള്ളിപ്പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങിപ്പോകുമെന്നുറപ്പാണ് സഹദേവന്. വിജനമായ ബീച്ചിൽ മഹിക്കൊപ്പം ഇരുന്ന് തങ്ങളുടെ ഒരു വർഷത്തെ വിശേഷങ്ങൾ പങ്കുവെക്കുമ്പോൾ ലതയ്ക്കും മഹിക്കും വല്ലാത്തൊരു തിടുക്കവും പരവേശവുമായിരുന്നു.
പകൽ രാത്രിക്ക് വഴിമാറിയതും ഹോട്ടൽ മുറിയിൽ രതിയാലസ്യത്തിൽ മഹിയുടെ നെഞ്ചോരം ചാഞ്ഞു കിടക്കുമ്പോൾ ലതയിൽ തന്റെ പ്രവൃത്തിയോർത്ത് യാതൊരു കുറ്റബോധവും അവശേഷിച്ചിരുന്നില്ല. മഹിയുടെ മാത്രമായിരുന്ന തന്നെ ചതിയിലൂടെ സഹദേവൻ നേടിയെടുത്തതിനേക്കാൾ ലതയെ വേദനിപ്പിച്ചതും മുറിവേൽപ്പിച്ചതും സഹദേവന്റെ ക്രൂരതകളാണ്. തന്നെ നേടാൻ ആശുപത്രി മുറിക്കുള്ളിൽ മാസങ്ങളോളം സഹദേവൻ മഹിയെ കിടത്തിയതും മഹിയുടെ ജീവന്റെ അംശം കുരുത്ത തന്റെ ഗർഭപാത്രം എന്നേക്കുമായി തന്നിൽ നിന്ന് അയാൾ എടുത്തുമാറ്റിയതും മറക്കില്ല ലത ജീവനുള്ള കാലം വരെ. ഇന്നും തന്റെ ഓർമ്മയിൽ തനിച്ച് ജീവിക്കുന്ന മഹിക്ക് വേണ്ടി ലത മാറ്റിവെക്കുന്ന ഈ ഒരു ദിവസം എല്ലാം കൊണ്ടും അവൾ മഹിയുടെ ഭാര്യ മാത്രമായി ജീവിക്കുമ്പോൾ അവിടെ സഹദേവൻ ഉറക്കം നഷ്ടപ്പെട്ട് വല്ലാത്തൊരു വീർപ്പുമുട്ടലിലാണ്. 364 ദിവസം തന്റെ ചൂടേറ്റുറങ്ങുന്നവൾ വർഷത്തിലൊരു ദിവസം അന്യ ഒരുത്തന്റെ നെഞ്ചിലുറങ്ങുന്നതിനെപ്പറ്റി ചിന്തിച്ച് ഇല്ലാതായിക്കൊണ്ടിരുന്ന അയാൾ ഓരോ നിമിഷവും ജീവിച്ചിരിക്കുന്ന ഓരോ നിമിഷവും സഹദേവനുള്ളിൽ ഉമിത്തി പോലെ നീറുന്ന ആ ചിന്തകൾ തന്നെയാണവന് ലത നൽകിയ ശിക്ഷയും. അന്യന്റെ മുതൽ ആഗ്രഹിച്ചതിന് അർഹതയില്ലാതെ തട്ടിപ്പറിച്ചതിന് ശിഷ്ടജീവിതം മുഴുവൻ നീറിയൊടുങ്ങും അയാൾ. മനസ്സും ശരീരവും നഷ്ടപ്പെട്ടു പോയൊരു പെണ്ണിന്റെ ശാപമാണത്. അനുഭവിച്ചേ തീരും. കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.